SSLC+2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. UDF അധികാരത്തിലെത്തിയാൽ സഹകരണ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഇനി മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ നിലം പൊത്തും. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സഹകരണ രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ ബ്ലാക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഉബൈദുള്ള MLA, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ സംസ്ഥാന ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളും, ഈ ബ്ലാക്ക് മാർച്ചിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ സഹകരണ രംഗം ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. പല ബാങ്കുകളിലും പ്രതിസന്ധിയാണ്. നമ്മൾ പണ്ട് പറഞ്ഞു, നിങ്ങൾ സംസ്ഥാന ബാങ്ക് രൂപീകരിക്കുന്നു, ലാഭത്തിലായ ജില്ലാ ബാങ്കുകളെ ഇവർ കൊണ്ടുപോയി നഷ്ടത്തിലായ സംസ്ഥാന ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ചു. നമുക്കിപ്പോ കരുവന്നൂരിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കരുവന്നൂരിൽ പ്രശ്നം ഉണ്ടായപ്പോൾ തൃശ്ശൂർ ജില്ലാ ബാങ്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിലോ 48 മണിക്കൂറിലൊക്കെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നിക്ഷേപകർക്ക് പണം കിട്ടുമായിരുന്നു ഉറപ്പായിട്ടും. ഇപ്പൊ ഈ സ്റ്റേറ്റ് ബാങ്കിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? റിസർവ് ബാങ്ക് സമ്മതിക്കോ? ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാ സ്വാതന്ത്ര്യം ഇല്ലാതെ സഹകരണ മേഖലയിലെ സ്വാതന്ത്ര്യമില്ല. പ്രാഥമിക സഹകരണ സംഘങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ മേൽ ബാങ്കുകളെല്ലാം മാറുന്ന സാഹചര്യമാണ്. എല്ലായിടത്തും ജീവനക്കാരോടുള്ള ഗവൺമെന്റിന്റെ സമീപനം 2024 രൂപയായതാണ് അല്ലെ? ശമ്പള പരിഷ്കരണം ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാരല്ലല്ലോ കാശ് കൊടുക്കുന്നത്, ആണോ? സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന കാര്യമാണോ സർക്കാർ അനുമതി കൊടുക്കണ്ടേ? ഡിയുടെ കാര്യത്തിൽ എന്തെല്ലാം പുതിയ രജിസ്ട്രാർ ഉത്തരവ്, എന്തുത്തരവാണ്? ഡിയെ കൊടുക്കാതിരിക്കാനുള്ള 5 മാർഗങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എങ്ങനെ തരാതിരിക്കാം എന്നതിന്റെ ഗവേഷണം നടത്തിയിട്ടാണ് ആ 5 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ 5 കാര്യങ്ങൾ വാങ്ങിച്ചാൽ DA കിട്ടൂല, ആർക്കും കിട്ടൂല. അതിനേക്കാളും നല്ലത് 5 എഴുതുന്നതിന് പകരം DA നിങ്ങൾക്ക് തരിക്കാം എന്ന് പറഞ്ഞാൽ പോലെ. അതായത് കുറച്ചുകൂടി എളുപ്പം. ഈ വളഞ്ഞ വഴിയിൽ ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമല്ലോ ഉണ്ടോ? അപ്പൊ ദ്രോഹിക്കുകയാണ്. സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഇല്ലാതിരുന്നിട്ട് എത്ര നല്ല നിലയിൽ നടക്കുന്ന ബാങ്കുകളുണ്ട് കേരളത്തിൽ ഇല്ലേ? വലിയ രീതിയിൽ നന്നായി ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യുന്നു, സത്യസന്ധതയോടെ പ്രവർത്തിച്ചിട്ടല്ലേ ഈ സ്ഥാപനത്തെ നിലനിർത്തുന്നത്. അപ്പൊ അവർക്ക് ശമ്പളം പരിഷ്കരണം. ഒന്നാമത്തെ, ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ വിലക്കയറ്റം കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷം ഈ മാസത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിലെ ചെലവ് വീട്ടിൽ പോയി ഭാര്യമാരോട് ചോദിച്ചാൽ മതി, അവർ കണക്കെഴുതി വെക്കണ്ടാവും. ഈ വർഷത്തിൽ, ഈ സെപ്റ്റംബർ മാസത്തിലെ ചെലവ് കഴിഞ്ഞ വർഷത്തേനേക്കാൾ ഒരു 15,000 രൂപ കൂടുതൽ ഓരോ ഏറ്റവും ചെലവ് ചുരുക്കി ജീവിക്കുന്ന ഇടത്തരം കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യത്തിൻ്റെ ഇടയിൽ വൈദ്യുതി ചാർജ് തന്നെ കൂടി, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. 120 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് 450 വരെ, പഞ്ചസാരയ്ക്ക് ഇരട്ടി വിലയായി, പച്ചക്കറിക്ക് വില കൂടി, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഒരു തരത്തിലുള്ള ഈ DA എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ? DA എന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ വിലക്കയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് DA കൊടുക്കുന്നത്. അതിലൊരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ വിലക്കയറ്റം, ഇതുപോലെ ചാർജുകൾ കൂട്ടൽ. സഹകരണ ജീവനക്കാർക്ക് DA നൽകാനുള്ള രജിസ്ട്രാറുടെ നിർദ്ദേശം DA നിഷേധിക്കുന്നതിന് തുല്യമാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സഹകരണ രജിസ്ട്രാറുടെ അശാസ്ത്രീയമായ DA നിർദ്ദേശം പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, സബ് സ്റ്റാഫ് പ്രൊമോഷനുള്ള പ്രൊമോഷൻ ടെസ്റ്റ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ കറുത്ത വേഷമണിഞ്ഞ് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് P. ഉബൈദുള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് സാമിയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി, ട്രഷറർ PT മനാഫ്, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ഖാദർ
ഖാദർ കാത്തിം എന്നിവർ പ്രസംഗിച്ചു. മാർച്ചിന് സംസ്ഥാന ഭാരവാഹികളായ CH മുഹമ്മദ് മുസ്തഫ, K അഷ്റഫ്, N അലവി, അൻവർ താനാളൂർ, ഇക്ബാൽ ഖത്തറമ്മൽ, നിസാർ വയനാട്, ഫൈസൽ കളത്തിങ്ങൽ, PP മുഹമ്മദ് അലി, നസീർ ചാലാട്, മുസ്തഫ, അനീസ് കുര്യാടൻ, ഹുസൈൻ വളവള്ളി, റഷീദ് മുത്തനിൽ, ഷംസുദ്ദീൻ അഞ്ചുകൊന്ന, A അബ്ദുള്ള, ജാഫർ മാവൂർ, നജ്മുദ്ദീൻ മണക്കാട്, MK മുഹമ്മദ് നിയാസ്, ഉമർ എടപ്പാൾ, VK സുബൈദ, ജുമൈലത്ത് കാവനൂർ, റസീന കൈരളി, സന്തോഷ് കടലുണ്ടി, VP ജബ്ബാർ, ജാഫർ മാവൂർ, നജ്മുദ്ദീൻ മണക്കാട്, മുസ്തഫ കാളികാവ്, ജാഫർ PM, നൌഷാദ് പുളിക്കൽ, ഹുസൈൻ ഊരകം, ജബ്ബാർ പള്ളിക്കൽ, നജ്മുദ്ദീൻ വാഴക്കാട്, ഖാദർ കാവു, ഷംസുദ്ദീൻ മടക്കിമല, ഷാനവാസ് മൂരിയോട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.